ഗാസയിൽ വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടം തുടങ്ങിയിരിക്കുകയാണ്. ഗാസ ഭരണസമിതിയുടെ രൂപീകരണവും ഗാസയുടെ പുനർനിർമ്മാണവുമാണ് രണ്ടാം ഘട്ടത്തിന്റെ ലക്ഷ്യം. സമാധാന സമിതിയുടെ രൂപീകരണം തുടങ്ങുമ്പോൾ തന്നെ ചില കല്ലുകടികൾ കൂടി ഉണ്ടാകുന്നു, ചില ആശങ്കകൾ ഉയരുന്നു. തങ്ങളോട് ആലോചിക്കാതെയാണ് പ്രഖ്യാപനം എന്ന് പറഞ്ഞാണ് ഇസ്രയേൽ ഉടക്കിടുന്നത്. ഗാസ സമാധാന സമിതിയുടെ പ്രവർത്തന ലക്ഷ്യങ്ങൾ സംബന്ധിച്ച ട്രംപിന്റെ വ്യാഖ്യാനങ്ങൾ ഐക്യരാഷ്ട്രസഭയ്ക്കുള്ള ബദൽ നീക്കമാണോ എന്ന സംശയമാണ് മറ്റൊരു ഭാഗത്ത് ഉയരുന്നത്. അപ്പോൾ എന്താണ് ട്രംപ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന സംശയം വലുതായി ബലപ്പെടുകയാണ്. ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 20 ദിന പദ്ധതിയുടെ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ തുടങ്ങുന്നത്. ഒന്നാം ഘട്ടത്തിൽ ഹമാസും ഇസ്രയേലും ഒക്ടോബറിൽ ഒരു വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ബന്ദികളെ കൈമാറ്റം ചെയ്യൽ, ഇസ്രയേലിന്റെ ഭാഗികമായ പിന്മാറ്റം, സഹായമെത്തിക്കൽ എന്നിവയിലും ഒപ്പുവെച്ചിരുന്നു. രണ്ടാം ഘട്ടത്തിൽ ഗാസയുടെ പുനർനിർമ്മാണവും ഭരണസമിതി രൂപീകരണവുമാണ് നടക്കേണ്ടത്. ഹമാസിന്റെയും നിരായുധീകരണം ഉൾപ്പെടുന്നുണ്ട് ഇതിൽ. സമാധാന സമിതിക്ക് 3 തലങ്ങളാണുള്ളത്. പ്രധാന സമിതി, ദ മെയിൻ ബോർഡ് ഓഫ് പീസ് എന്ന പേരിൽ അറിയപ്പെടും. അത് ട്രംപിന്റെ അധ്യക്ഷതയിലുള്ളതാണ്. ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ, ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിന്റെ മരുമകൻ ജെറാഡ് കുഷ്നർ, ലോകബാങ്ക് ഗ്രൂപ്പ് പ്രസിഡന്റ് അജയ് ബംഗ തുടങ്ങിയവർ ഉൾപ്പെടുന്നതാണ് ആദ്യ സമിതി. പലസ്തീനിയൻ ടെക്നോക്രാറ്റിക് കമ്മിറ്റിയാണ് രണ്ടാമത്തെ സമിതി. അത് ഗാസയുടെ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷനാണ് അവരുടെ പ്രധാനപ്പെട്ട ചുമതല. ഗാസ എക്സിക്യൂട്ടീവ് ബോർഡാണ് പിന്നീടുള്ളത്. സമാധാന സമിതിയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും ഉപദേശങ്ങൾ നൽകുകയുമാണ് ഈ സമിതിയുടെ ഉത്തരവാദിത്വം. അങ്ങനെ 3 തലങ്ങളിൽ സമാധാന സമിതിയുടെ പ്രവർത്തനം വിഭജിച്ച് നൽകുന്ന രീതിയിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ സമിതിയിലേക്ക് ഇന്ത്യക്കും ക്ഷണമുണ്ട്. ട്രംപ് അധ്യക്ഷനായ പ്രധാന സമിതി ബോർഡ് ഓഫ് പീസിലേക്കാണ് ഇന്ത്യക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോറാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ആദ്യം പുറത്തുവിട്ടത്. ഇസ്രയേലിനോടും പലസ്തീനോടും ഒരുപോലെ സൗഹൃദം പുലർത്തുന്ന രാജ്യമെന്ന നിലയിലാണ് ഇന്ത്യയെ വൈറ്റ് ഹൌസ് ക്ഷണിക്കുന്നത്. ഗാസയിലെ സമാധാന ചർച്ചകളിൽ ഇന്ത്യയുടെ സാന്നിധ്യം ഇസ്രയേലിനും പലസ്തീനും ഒരുപോലെ സ്വീകാര്യമാണ്. പലസ്തീന് സ്ഥിരമായി മാനുഷിക സഹായം നൽകി വന്നിരുന്നു ഇന്ത്യ. അതോടൊപ്പം തന്നെ ഇസ്രയേലുമായി തന്ത്രപരമായ പങ്കാളിത്തവും ഇന്ത്യക്കുണ്ട്. അപ്പോൾ 2 രാഷ്ട്രങ്ങൾക്കും ഇന്ത്യയെ സംബന്ധിച്ച് വലിയ സ്വീകാര്യതയുണ്ട്. അത് പ്രയോജനപ്പെടുത്തുക എന്ന നീക്കമാണ് ട്രംപ് ഇതിലൂടെ നടത്തുന്നത്. ബോർഡ് ഓഫ് പീസിലേക്ക് ട്രംപ് പാകിസ്ഥാനെയും ക്ഷണിച്ചിരുന്നുവെങ്കിലും ഇസ്രയേൽ ഇതിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. മുസ്ലിം രാജ്യമായ പാകിസ്ഥാൻ പലസ്തീൻ അനുകൂലമായ നിലപാടെടുത്തേക്കും എന്ന സംശയമാണ് ഇസ്രയേൽ പ്രകടിപ്പിച്ചത്. ഒപ്പം ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങളെ ക്ഷണിച്ചതിലും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് വിസമ്മതം പ്രകടിപ്പിച്ചു. ഈ നിയമനങ്ങളൊന്നും തന്നെ തങ്ങളുമായി ആലോചിച്ചല്ല നടത്തിയതെന്നും രാജ്യത്തിന്റെ നയങ്ങൾക്ക് വിരുദ്ധമാണ് എന്നതുമാണ് ഇസ്രയേൽ ആരോപിക്കുന്നത്. ഇക്കാര്യത്തിലുള്ള ആശങ്ക ഇസ്രയേൽ അമേരിക്കയെ അറിയിച്ചിട്ടുമുണ്ട്. അപ്പോൾ ബോർഡ് ഓഫ് പീസിലെ പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്വാധീനത്തിൽ പലസ്തീനും വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട് എന്ന വിവരങ്ങളുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ കടന്നുവരവ് നിർണായകമാകുന്നത്. ട്രംപിനോട് പക്ഷേ ഈ നീക്കങ്ങളിൽ കരുതലോടെയാണ് ലോകരാജ്യങ്ങളുടെ പ്രതികരണം. സമിതിയിലേക്കുള്ള ക്ഷണത്തിൽ ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ക്ഷണത്തോട് കരുതലോടെ പ്രതികരിക്കുകയാണ് മറ്റ് രാഷ്ട്രങ്ങളും. ആഗോള സംഘർഷങ്ങൾ പരിഹരിക്കുന്ന സംവിധാനം എന്ന നിലയ്ക്കാണ് ട്രംപ് ബോർഡ് ഓഫ് പീസിനെ വിഭാവനം ചെയ്തിരിക്കുന്നത്. സംഘർഷമുള്ളതോ സംഘർഷ ഭീഷണി നേരിടുന്നതോ ആയ പ്രദേശങ്ങളിൽ സ്ഥിരത കൈവരുന്നതിനും ആശ്രയിക്കാൻ കഴിയുന്നതും നിയമാനുസൃതവുമായ ഭരണം പുനഃസ്ഥാപിക്കുന്നതിനും ദീർഘകാല സമാധാനം ഉറപ്പാക്കുന്നതിനുമൊക്കെ ശ്രമിക്കുന്ന ഒരു അന്താരാഷ്ട്ര സംഘടന എന്നാണ് 60ഓളം രാജ്യങ്ങൾക്ക് അമേരിക്ക അയച്ചിട്ടുള്ള കരട് രേഖയിൽ ഈ ബോർഡ് ഓഫ് പീസിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഗാസ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും പുനർനിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്നതിനുമായി സമാധാന സമിതി ഉണ്ടാക്കാനാണ് UN രക്ഷാസമിതി അനുമതി നൽകിയത്. എന്നാൽ ആ രക്ഷാസമിതിക്ക് 2027 വരെ ഉള്ള കാലാവധിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ ബോർഡ് ഓഫ് പീസ് അത് കഴിഞ്ഞും തുടരുമെന്ന സൂചനയാണ് അമേരിക്ക നൽകുന്നത്. ട്രംപ് ആജീവനാന്ത അധ്യക്ഷനായ ബോർഡിൽ 3 വർഷത്തെ അംഗത്വമാണ് ഒരു രാജ്യത്തിന് നൽകുക. ഈ സ്ഥിരാംഗത്വം ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ രാജ്യങ്ങൾ $100 കോടി കെട്ടിവെക്കണം എന്ന ഒരു വ്യവസ്ഥ കൂടിയുണ്ട്. അങ്ങനെ അംഗത്വം എടുക്കുന്ന രാജ്യങ്ങൾക്ക് അത് പുതുക്കി നൽകണമോ വേണ്ടയോ എന്നത് അധ്യക്ഷൻ തീരുമാനിക്കും.
അധ്യക്ഷന് അംഗരാജ്യത്തെ പുറത്താക്കാനുള്ള വീറ്റോ അധികാരമുണ്ടാകും. ബോർഡിന്റെ ഔദ്യോഗിക മുദ്ര അംഗീകരിക്കുന്നത് അദ്ദേഹമായിരിക്കും. സംഘടനയുടെ പണത്തിന്റെ നിയന്ത്രണവും അധ്യക്ഷനായ ട്രംപിന് തന്നെയാകുമെന്നതാണ് ഈ കരട് പ്രമാണത്തിൽ പറയുന്നത്. പിൻഗാമിയെ നിർദ്ദേശിക്കേണ്ടതും നിശ്ചയിക്കേണ്ടതും അദ്ദേഹം തന്നെയാണ് എന്നതും, അതായത് ഈ അധ്യക്ഷനാണ്, അതിപ്പോൾ നിലവിൽ ട്രംപാണ് അക്കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്നും പറയുന്നു. ഈ കാര്യങ്ങളാണ് ക്ഷണം കിട്ടിയ രാജ്യങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നത്. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ഹംഗറി, ഓസ്ട്രേലിയ, കാനഡ, യൂറോപ്യൻ കമ്മീഷൻ, പശ്ചിമേഷ്യയിലെ പ്രമുഖ രാജ്യങ്ങൾ തുടങ്ങിയവയ്ക്കാണ് ഈ ക്ഷണം ലഭിച്ചിട്ടുള്ളത്. ഇതിൽ ട്രംപുമായി നല്ല അടുപ്പമുള്ള ഹംഗറി മാത്രമാണ് ഈ ക്ഷണം സ്വീകരിച്ചതായി ഇതിനകം പറഞ്ഞിട്ടുള്ളത്. മറ്റു രാജ്യങ്ങൾ വളരെ കരുതലോടെ നീങ്ങുകയാണ്. നോക്കൂ, ഐക്യരാഷ്ട്രസഭയെ വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ഒക്കെ കുറ്റം പറയുന്നത് ട്രംപിന്റെ ശീലമാണ്. UN പിരിച്ചുവിടണമെന്നും UN ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ താൻ ചെയ്യുന്നുണ്ട്, യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നത് താനാണെന്നൊക്കെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ട്രംപ് നിരന്തരം വിമർശിക്കുന്ന ഐക്യരാഷ്ട്രസഭയ്ക്ക് ബദലായാണോ പുതിയ സമിതി ഉണ്ടാക്കുന്നതെന്ന ആശങ്കയാണ് വിമർശകർ പങ്കുവെക്കുന്നത്. ഇത് ട്രംപിന്റെ ഐക്യരാഷ്ട്രസഭയാണെന്ന് യൂറോപ്യൻ നയതന്ത്രജ്ഞൻ പറഞ്ഞതായി റോയിറ്റേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ മറ്റുള്ള രാഷ്ട്രങ്ങളുടെ പണം ഉപയോഗിച്ച് ട്രംപിന് പരമാധികാരം നൽകുന്ന ഒരു സമിതിയിൽ അംഗമാകുന്നത് എന്തിനെന്നാണ് മറ്റു രാഷ്ട്രങ്ങൾ സ്വാഭാവികമായും ചിന്തിക്കുക. ട്രംപ് എന്ന ബിസിനസ്മാന്റെ പുതിയ തന്ത്രമെന്നല്ലാതെ എന്താണ് പറയേണ്ടത്? നമുക്ക് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. നമ്മുടെ ഫോക്കസ് വാർത്തകളുടെ നേരം വൈകുന്നേരത്തിന്റെ സമയം അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.